ഇരുണ്ട രാത്രിയുടെ ഭയാനകമായ നിശബ്ദതയിൽ മരവിപ്പിക്കുന്ന തണുപ്പുള്ള കാറ്റ് ആ മഞ്ഞുമലകളിലൂടെ വീശിയടിച്ചുകൊണ്ടിരുന്നു. സ്റ്റാനിസിന്റെ പാളയത്തിലെ കൂടാരങ്ങൾക്കരികിലൂടെ ഒരു കാവൽക്കാരൻ പതുക്കെ നടന്നു നീങ്ങി. മെലിസാൻഡ്രയുടെ കൂടാരത്തിനുള്ളിൽ വിറയ്ക്കുന്ന തണുപ്പിനെ വകവയ്ക്കാതെ അവൾ അഗ്നിനാളങ്ങളിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. തീജ്വാലകൾ അവളുടെ ചുവന്ന വസ്ത്രങ്ങളിൽ നിഴലുകൾ വീഴ്ത്തിക്കൊണ്ട് നൃത്തം ചെയ്തു. അവളുടെ കണ്ണുകളിൽ പ്രവചിക്കാൻ കഴിയാത്ത എന്തോ ഒരു രഹസ്യം തിളങ്ങുന്നുണ്ടായിരുന്നു. അഗ്നിയിൽ അവൾ കണ്ട കാഴ്ചകൾ എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു നിമിഷം അവൾ ആ കൂടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുറത്ത് മരവിപ്പിക്കുന്ന ആ രാത്രിയിൽ പാളയത്തിനു ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. പെട്ടെന്നാണ് ദൂരെ നിന്നായി ഒരു കൂടാരത്തിന് തീപിടിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിമിഷങ്ങൾക്കകം ആ തീപ്പൊരികൾ ഒരു വലിയ ദുരന്തമായി മാറി. ആളുകൾ ഭയന്നുവിറച്ച് നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു. ചുറ്റും തീയും പുകയും നിറഞ്ഞു. അതിനിടയിലൂടെ ശരീരമാസകലം തീപിടിച്ച ഒരു കുതിര പ്രാണരക്ഷാർത്ഥം മെലിസാൻഡ്രയെ കടന്നു മുന്നോട്ട് ഓടി. ആ രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് അഗ്നിയുടെ ഭയാനകമായ താണ്ഡവം അവിടെ അരങ്ങേറുകയായിരുന്നു. പിറ്റേന്ന് പ്രഭാതമുണർന്നത് കരിഞ്ഞ മാംസത്തിന്റെയും ചാരം മൂടിയ പ്രതീക്ഷകളുടെയും ഗന്ധത്തിലേക്കാണ്. തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ നശിച്ചുപോയ പാളയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഡാവോസ് നടന്നു. അയാളുടെ മുഖത്ത് കടുത്ത നിരാശ നിഴലിച്ചിരുന്നു. ചുറ്റും കത്തിക്കരിഞ്ഞ കൂടാരങ്ങളും നശിച്ചുപോയ ഭക്ഷണസാധനങ്ങളും മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. 20-ൽ താഴെ മാത്രം വരുന്ന ഒരു ചെറിയ സംഘമാണ് ഈ അട്ടിമറി നടത്തിയതെന്നും ആരും കാണുന്നതിനു മുൻപ് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടുവെന്നും നമ്മുടെ ഭക്ഷണവും ആയുധങ്ങളും കൂടാരങ്ങളും അവർ പൂർണ്ണമായി നശിപ്പിച്ചുവെന്നും കടുത്ത ദുഃഖത്തോടെ ഡാവോസ് പറഞ്ഞു. കുതിരകളുടെ അവസ്ഥ എന്താണെന്ന് ഗൗരവത്തോടെ സ്റ്റാനിസ് ചോദിച്ചു. 100 കുതിരകൾ ചത്തൊടുങ്ങിയെന്നും കൃത്യമായ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഡാവോസ് മറുപടി നൽകി. 20 പേർ വന്ന് ഈ വലിയ പാളയത്തിൽ ഇത്രയും നാശം വിതച്ചിട്ടും ഒരു കാവൽക്കാരൻ പോലും അപായസൂചന നൽകിയില്ലേ എന്ന് അവിശ്വസനീയതയോടെ സ്റ്റാനിസ് ചോദിച്ചു. വടക്കുള്ളവർക്ക് അവരുടെ മണ്ണിനെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി അറിയാമെന്ന് ഡാവോസ് ഓർമ്മിപ്പിച്ചു. ഇന്നലെ രാത്രി കാവൽ നിന്നവരെ ചങ്ങലക്കിടാനും ഒന്നുകിൽ അവർ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ശത്രുക്കളുമായി ഗൂഢാലോചന നടത്തിയെന്നും സത്യം കണ്ടുപിടിച്ച ശേഷം അവരെ തൂക്കിലേറ്റാനും സ്റ്റാനിസ് കൽപ്പിച്ചു. മഞ്ഞുരുകാതെ നമുക്ക് വിന്റർഫെല്ലിലേക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കാസിൽ ബ്ലാക്കിലേക്ക് മടങ്ങാനുള്ള ഭക്ഷണം പോലും ഇനി അവശേഷിക്കുന്നില്ലെന്നും ഡേവോസ് ഓർമ്മിപ്പിച്ചു. സ്റ്റാനിസ് കുറച്ചുനേരം മെലിസാൻഡ്രയെയും സെലിസിയെയും നോക്കി. ചത്തുപോയ കുതിരകളുടെ മാംസം ഭക്ഷണത്തിനായി വെട്ടിയെടുക്കാൻ കൽപ്പിച്ചുകൊണ്ട് സ്റ്റാനിസ് നേരെ മെലിസാൻഡ്രയുടെ അടുത്തേക്ക് നടന്നു. വളരെ ദൂരെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ മഞ്ഞുമതിലിനു മുന്നിൽ ഹാർഡ്ഹോമിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ ഒരു വലിയ കൂട്ടം എത്തിച്ചേർന്നു. തണുപ്പും പട്ടിണിയും ഭയവും അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ജോൺ, ടോർമണ്ട്, ടോളറ്റ് എന്നിവരായിരുന്നു ആ സംഘത്തെ നയിച്ചിരുന്നത്. മതിലിനു മുകളിൽ നിന്നും അലൈസർ ആ വലിയ ജനക്കൂട്ടത്തെ വെറുപ്പോടെ നോക്കിനിന്നു. കുറച്ചുനേരം കൊടിയ പകയോടെ അലൈസർ അവരെ തുറച്ചുനോക്കി. ഒടുവിൽ താൽപര്യമില്ലാതെ ഗേറ്റുകൾ തുറക്കാൻ അയാൾ നിർദ്ദേശം നൽകി. ആ വലിയ ഇരുമ്പുവാതിലുകൾ വലിയ ശബ്ദത്തോടെ മുകളിലേക്കുയർന്നു. കാസിൽ ബ്ലാക്കിന്റെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആ കാട്ടുമനുഷ്യരെ നൈറ്റ്സ് വാച്ചിലെ ഭടന്മാർ സംശയത്തോടെയും ദേഷ്യത്തോടെയും നോക്കി. ഓരോ ചുവടുവെപ്പിലും ശത്രുതയുടെ ഒരു മതിൽ അവിടെ ഉയർന്നു നിന്നിരുന്നു. താൻ പോയ ലക്ഷ്യം പരാജയപ്പെട്ടുപോയെന്ന് കടുത്ത നിരാശയോടെ ജോൺ പറഞ്ഞു. എന്നാൽ അതൊരു പരാജയമല്ലെന്നും അവിടെയുള്ള ഓരോരുത്തരും ജീവനോടെ ഇരിക്കുന്നത് ജോൺ കാരണമാണെന്നും അവനെ ആശ്വസിപ്പിച്ചു. ആ സത്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്ന് ജോൺ മറുപടി നൽകി. ചുറ്റും നിൽക്കുന്ന ഭടന്മാരുടെ കണ്ണുകളിലെ വെറുപ്പ് അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മുകളിലത്തെ പടവുകളിൽ നിന്നിരുന്ന ഓലിയുടെ കണ്ണുകൾ ജോണിന്റെ കണ്ണുകളുമായി ഉടക്കി. ആ കുഞ്ഞു കണ്ണുകളിൽ മുമ്പുണ്ടായിരുന്ന സ്നേഹത്തിനു പകരം ഇപ്പോൾ കൊടിയ പകയായിരുന്നു. പടവുകളിറങ്ങി ജോണിന്റെ അടുത്തേക്ക് വന്ന അലൈസർ വളരെ തണുത്ത സ്വരത്തിൽ സംസാരിച്ചു. ജോൺ സ്നോയ്ക്ക് വളരെ നല്ലൊരു ഹൃദയമുണ്ടെന്നും എന്നാൽ ആ നല്ല ഹൃദയം കാരണം നാം എല്ലാവരും കൊല്ലപ്പെടുമെന്നും അത്യന്തം അപകടകരമായ ഒരു ശാന്തതയോടെ അലിസർ പറഞ്ഞു. സ്റ്റാനിസിന്റെ കൂടാരത്തിൽ മങ്ങിയ വെളിച്ചത്തിൽ അയാൾ തന്റെ ചെസ് ബോർഡിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. അവിടേക്ക് കടന്നുവന്ന ഡാവോസ് തന്നെ വിളിപ്പിച്ചതിന്റെ കാരണം ചോദിച്ചു. ആരോഗ്യമുള്ള കുറച്ചു കുതിരകളെയും കുറച്ചു നല്ല ഭടന്മാരെയും കൂട്ടി കാസിൽ ബ്ലാക്കിലേക്ക് മടങ്ങാൻ സ്റ്റാനിസ് നിർദ്ദേശിച്ചു. താൻ സിംഹാസനം കീഴടക്കുമ്പോൾ നൈറ്റ്സ് വാച്ചിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്നും അതിനാൽ ഇപ്പോൾ ഭക്ഷണം നൽകി സഹായിക്കണമെന്ന് ലോർഡ് കമാൻഡറിനോട് ആവശ്യപ്പെടാനും അയാൾ കൽപ്പിച്ചു. തനിക്ക് വേണമെങ്കിൽ ആ 19 കോട്ടകളും സംരക്ഷിക്കാമെന്നും അറിയിക്കാൻ പറഞ്ഞു. തന്നെയൊരു രാജാവിന്റെ വലംകൈയായി പ്രഖ്യാപിച്ചിട്ട് ഒരു യുദ്ധസമയത്ത് എന്തിനാണ് തന്നെ ഒഴിവാക്കുന്നതെന്ന് ഡേവോസ് സങ്കടത്തോടെ ചോദിച്ചു. താൻ ആരെയും ഒഴിവാക്കുകയല്ലെന്നും ഇതൊരു രാജകൽപ്പനയാണെന്നും സ്റ്റാനിസ് മറുപടി നൽകി. സൈനിക കാര്യങ്ങളിലെ കഴിവ് കണ്ടല്ല തന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതെന്നും അതിനാൽ വെറുങ്കൈയോടെ മടങ്ങിവരരുതെന്നും സ്റ്റാനിസ് കർശനമായി പറഞ്ഞു. വടക്കൻ കാറ്റിന്റെ മരവിപ്പിക്കുന്ന തണുപ്പ് ആ പ്രഭാതത്തെ കൂടുതൽ ഭയാനകമാക്കിയിരുന്നു. കൂടാരത്തിനു പുറത്ത് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞുകട്ടകളിലേക്ക് മെലിസാൻഡ്രെ ഉറ്റുനോക്കി. അഗ്നിദേവന്റെ അനുഗ്രഹം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നവൾക്ക് തോന്നി. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. തന്റെ രാജാവായ സ്റ്റാനിസിന് ഈ സന്തോഷവാർത്ത എത്രയും വേഗം കൈമാറണമെന്ന ചിന്തയോടെ അവൾ കൂടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ചെളി നിറഞ്ഞ വഴിയിലൂടെ അവൾ നടന്നു. അവളുടെ ചുവന്ന വസ്ത്രത്തിന്റെ അരികുകൾ ചെളിയിൽ പുരണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കിയില്ല. സ്റ്റാനിസിന്റെ കൂടാരത്തിനുള്ളിൽ അന്തരീക്ഷം വളരെ ഗൗരവമേറിയതായിരുന്നു. യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു യോദ്ധാവിന്റെ അചഞ്ചലമായ ഭാവത്തോടെ അയാൾ തന്റെ കവചങ്ങൾ അണിയുകയായിരുന്നു. അപ്പോഴാണ് മെലിസാൻഡ്രെ അവിടേക്ക് കടന്നുവന്നത്.
അവളുടെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. രാജാവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ അവൾ പറഞ്ഞു, വെളിച്ചത്തിന്റെ ദൈവം തന്റെ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു എന്റെ രാജാവേ. അവന്റെ അഗ്നി മഞ്ഞിനെ ഉരുക്കിക്കളഞ്ഞിരിക്കുന്നു. മുന്നോട്ടുള്ള വഴി ഇപ്പോൾ വ്യക്തമാണ്. അവളുടെ വാക്കുകളിൽ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു. സ്റ്റാനിസ് തന്റെ കവചമുറപ്പിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ തന്റെ തീരുമാനം വ്യക്തമാക്കി. യാതൊരു വികാരവുമില്ലാത്ത ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, നാം വിന്റർഫെല്ലിലേക്ക് കുതിക്കും. അയാളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. അവിടം പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഒരേയൊരു ചിന്ത. അവൾ സ്റ്റാനിസിനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അയാൾ ആ ആലിംഗനത്തിൽ നിന്ന് പെട്ടെന്ന് കുതറിമാറി കൂടാരത്തിന് പുറത്തേക്ക് നടന്നു. അവളും അയാളുടെ പിന്നാലെ പുറത്തേക്ക് പോയി. യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന തന്റെ സൈനികർക്ക് ഇടയിലൂടെ സ്റ്റാനിസ് നടന്നു. ആ തണുപ്പിലും ഭടന്മാർ തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും കുതിരകളെ ഒരുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും മുഖത്ത് വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ഭയം നിഴലിച്ചിരുന്നു. അപ്പോഴാണ് ഒരു സൈനികൻ വളരെ പരിഭ്രാന്തിയോടെ അയാളുടെ അടുത്തേക്ക് വന്നത്. ഭയത്തോടെ ആ സൈനികൻ വിളിച്ചു, അങ്ങുന്നേ. സ്റ്റാനിസിന്റെ മുഖത്ത് ഗൗരവം വർദ്ധിച്ചു. തന്റെ ഭടന്മാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ അയാൾ തയ്യാറെടുത്തു. എന്നാൽ ആ സൈനികൻ അവിടെത്തന്നെ നിന്നു. അയാളുടെ മുഖത്ത് എന്തോ വലിയ ദുരന്തം പറയാനുള്ള ഭാവമുണ്ടായിരുന്നു. ഭടന്മാർ പുലർച്ചയ്ക്ക് മുൻപ് തന്നെ അവരിൽ പലരും ഒളിച്ചോടി. ഇത് കേട്ട് സ്റ്റാനിസിന്റെ നെഞ്ചിടിപ്പ് നിന്നു പോകുന്നതുപോലെ തോന്നി. അയാൾ ഞെട്ടലോടെ ചോദിച്ചു, എത്ര പേർ? സൈനികൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ മറുപടി നൽകി, പകുതിയോളം പേർ. പണം വാങ്ങി യുദ്ധം ചെയ്യുന്ന എല്ലാവരും എല്ലാ കുതിരകളുമായി പോയി. ഈ വാക്കുകൾ കേട്ട് സ്റ്റാനിസ് പൂർണ്ണമായും സ്തംഭിച്ചുപോയി. അയാൾ മെലിസാൻഡ്രയെ നോക്കി. അവളുടെ മുഖത്തും സമാനമായ ഞെട്ടൽ പ്രകടമായിരുന്നു. അപ്പോഴാണ് മറ്റൊരു സൈനികൻ അവിടേക്ക് വന്നത്. അയാൾ വിളിച്ചു, അങ്ങുന്നേ. ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ സ്റ്റാനിസ് പ്രതികരിച്ചു, ഉറക്കെ പറയൂ. സൈന്യത്തിന്റെ ഈ വഞ്ചനയേക്കാൾ വലിയൊരു ദുരന്തം ഇനി വരാനില്ല. എന്നാൽ ആ സൈനികൻ നിശബ്ദനായി നിന്നു. സ്റ്റാനിസിനെ സൈനികർ താവളത്തിനു പുറത്തുള്ള മരങ്ങൾ നിറഞ്ഞ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തി അയാൾ മുകളിലേക്ക് നോക്കി. ആ കാഴ്ച അയാളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. തന്റെ ഭാര്യയായ സെലിസെ ഒരു മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നു. അവളുടെ ജീവനില്ലാത്ത ശരീരം കാറ്റിൽ ആടിയുലയുകയായിരുന്നു. അതുകണ്ട് അയാളുടെ കണ്ണുകളിൽ ഒരു നിമിഷം സങ്കടം ഇരച്ചുകയറിയെങ്കിലും താനൊരു രാജാവാണെന്ന ബോധ്യത്തിൽ അയാൾ വികാരങ്ങൾ പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. സൈനികർ വേഗത്തിൽ കയററുത്ത് അവളുടെ ശരീരം താഴെ വെച്ചു. അപ്പോഴാണ് മറ്റൊരു സൈനികൻ വന്ന് പറഞ്ഞത്, അങ്ങുന്നേ. ലേഡി മെലിസാൻഡ്രെ താവളത്തിൽ നിന്ന് കുതിരപ്പുറത്ത് കയറിപ്പോകുന്നത് കണ്ടു. തന്റെ ഭാര്യയുടെ മരണം, സൈന്യത്തിന്റെ പാതിയുടെ ഒളിച്ചോട്ടം, ഇപ്പോൾ താൻ ഏറ്റവും വിശ്വസിച്ച പുരോഹിതയുടെ ചതി. സ്റ്റാനിസ് ഉള്ളിൽ നിന്ന് തിളച്ചുമറിയുകയായിരുന്നു. പക്ഷേ അയാളൊന്നും പറഞ്ഞില്ല. തന്റെ മുന്നിലുള്ള ദുരന്തങ്ങളെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് വളരെ കടുത്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു, ഭടന്മാരെ മാർച്ച് ചെയ്യാനുള്ള നിരയിലേക്ക് മാറ്റുക. ഇത്രയും പറഞ്ഞ് അയാൾ കാട്ടിൽ നിന്ന് തിരികെ താവളത്തിലേക്ക് നടന്നു. അയാളുടെ ഓരോ ചുവടിലും നഷ്ടങ്ങളുടെ ഭാരമുണ്ടായിരുന്നു. കാസിൽ ബ്ലാക്കിലെ ഗ്രന്ഥശാലയിൽ നല്ല ഇരുട്ടുണ്ടായിരുന്നു. പഴയ പുസ്തകങ്ങളുടെ ഗന്ധം ആ മുറിയിൽ നിറഞ്ഞുനിന്നു. മേശപ്പുറത്ത് കത്തിനിൽക്കുന്ന മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ജോണിന്റെ മുഖത്തെ ക്ഷീണം വ്യക്തമായി കാണാമായിരുന്നു. അവൻ തന്റെ സുഹൃത്തായ സാമിനോട് സംസാരിക്കുകയായിരുന്നു. ജോൺ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ തന്റെ കൈകൾ ഉയർത്തി. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റു. 10,000-കണക്കിന് പേർ, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം. അവന്റെ കണ്ണുകളിൽ ഭയാനകമായ ആ കാഴ്ചയുടെ നടുക്കം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. സാം വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, അപ്പോൾ നീ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ജോൺ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, മതിൽ എങ്ങനെ കയറണമെന്ന് അവർ പഠിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാര്യങ്ങളുടെ ഗൗരവം സാമിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. സാം സംശയത്തോടെ ചോദിച്ചു, പക്ഷേ ആ ഡ്രാഗൺ ഗ്ലാസ്? ജോൺ തലയൊതുക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി ആരും അത് തിരിച്ചെടുക്കാൻ പോകുന്നില്ല. പക്ഷേ നീ ഒരു വൈറ്റ് വോക്കറിനെ കൊന്നില്ലേ? ജോൺ തന്റെ വാളിനെക്കുറിച്ചോർത്തു. അവൻ പറഞ്ഞു, ലോങ് ക്ലോ ഉപയോഗിച്ച്. അവർ ഇരുമ്പു കോടാലികൾ ചില്ലുപോലെ തകർക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സാം അതിശയത്തോടെ ചോദിച്ചു, അത് വാലീരിയൻ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 7 കിങ്ഡംസിൽ ഇനി എത്ര വാലീരിയൻ സ്റ്റീൽ വാളുകൾ ബാക്കിയുണ്ട്? ജോൺ മറുപടി നൽകി, ആവശ്യത്തിനില്ല. ജോൺ അല്പനേരം നിശബ്ദനായി. എന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വൈൽഡ്ലിങ്സിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം സഹോദരങ്ങളുടെ ജീവൻ ബലികഴിച്ച ചരിത്രത്തിലെ ആദ്യത്തെ ലോർഡ് കമാൻഡർ. കാസിൽ ബ്ലാക്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യന്റെ സുഹൃത്താകുന്നത് എങ്ങനെയുണ്ട്? സാം ഉടനെ മറുപടി നൽകി, ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ നീ എന്റെ സുഹൃത്തായിരുന്നു. അന്നെനിക്കിവിടെ ഒരു സ്വാധീനവുമില്ലായിരുന്നു. അവർ ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ചു കുടിച്ചു. സാം വളരെ ഗൗരവത്തോടെ ജോണിനെ നോക്കി. സാം ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എന്നെയും ഗില്ലിയെയും കുഞ്ഞിനെയും ഓൾഡ് ടൗണിലേക്ക് അയക്കുക. അങ്ങനെ എനിക്കൊരു മേസ്റ്ററാകാം. ഞാൻ അങ്ങനെയാകേണ്ടവനാണ്. ജോണിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇവിടെ വേണം സാം. നീ പോയാൽ ഞാൻ വിശ്വസിക്കുന്ന ഉപദേശം നൽകാൻ പിന്നെ ആരാണുള്ളത്? സാം പറഞ്ഞു, അവിടെ എഡ് ഉണ്ടല്ലോ. ജോൺ അവനെ രൂക്ഷമായി നോക്കി. സാം തുടർന്നു, ഒരു മേസ്റ്ററായി എനിക്ക് നിനക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ കഴിയും. മേസ്റ്റർ ഏമോൺ പോയ സ്ഥിതിക്ക് എല്ലാവർക്കും അത് ഗുണം ചെയ്യും. സിറ്റാഡലിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയുണ്ട്. ഞാൻ ചരിത്രം, യുദ്ധതന്ത്രം, ചികിത്സ എന്നിവയെക്കുറിച്ച് പഠിക്കും. പിന്നെ മറ്റു കാര്യങ്ങളും. ജോൺ ഒന്നും പറയാതെ സാമിനെ നോക്കി നിന്നു. ജോൺ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിട്ടു. സങ്കടത്തോടെ തലയാട്ടി സമ്മതം മൂളി. സാം പുഞ്ചിരിച്ചു.
അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. ഞാൻ തിരിച്ചുവരും, സാം പറഞ്ഞു. ജോൺ ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ തിരിച്ചുവരവിനായി. എന്റെ തിരിച്ചുവരവിനായി, സാം ആവർത്തിച്ചു. പിറ്റേന്ന് കാസൽ ബ്ലാക്കിന്റെ മുറ്റത്ത് വലിയ തണുപ്പായിരുന്നു. മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. യാത്ര തിരിക്കുന്നതിനു മുൻപ് സാം മുകളിലേക്ക് നോക്കി. അവിടെ പടവുകൾക്ക് മുകളിൽ ജോൺ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം കൈവീശി യാത്രാമൊഴി നൽകി. ആ മഞ്ഞിലൂടെ അവർ കാസൽ ബ്ലാക്കിൽ നിന്ന് പുറത്തേക്ക് യാത്രയായി. വിന്റർഫെല്ലിന്റെ കോട്ടമതിലുകൾക്ക് പുറത്ത് വലിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ടായിരുന്നു. തളർന്ന സൈന്യവുമായി സ്റ്റാനിസ് അവിടേക്ക് മാർച്ച് ചെയ്തു വന്നു. അയാളുടെ ചുറ്റും ജ്വലിക്കുന്ന ഹൃദയമുള്ള പതാകകൾ കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. ആ കോട്ടയ്ക്കുള്ളിൽ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബോൾട്ടൺ സൈന്യം. സാൻസാറ്റ് വാതിൽ തുറന്നു. ഒരു വലിയ കുപ്പായം ധരിച്ച് ആ ഗോപുരത്തിൽ നിന്ന് പുറത്തിറങ്ങി. വിന്റർഫെല്ലിന്റെ മുറ്റത്തെങ്ങും ബോൾട്ടൺ സൈനികർ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർക്കിടയിലൂടെ വളരെ ശ്രദ്ധയോടെ ആരുമറിയാതെ അവൾ നടന്നു. വിന്റർഫെല്ലിന് പുറത്തുള്ള ഒരു വലിയ കുന്നിൻമുകളിൽ തണുത്ത കാറ്റുവീശുന്നുണ്ടായിരുന്നു. പോഡ്രിക് വിറകുകളും ചത്ത മുയലുകളുമായി ബ്രിയനിന്റെ കൂടെയുള്ള തങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവനൊരു വലിയ ശബ്ദം കേട്ടത്. താഴേക്ക് നോക്കിയ അവൻ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. സ്റ്റാനിസിന്റെ വലിയ സൈന്യം വിന്റർഫെല്ലിലേക്ക് മാർച്ച് ചെയ്യുന്നു. ബ്രിയൻ അപ്പോഴും ആ പഴയ ഗോപുരത്തിലേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു. കിതച്ചുകൊണ്ട് പോഡ്രിക് വിളിച്ചു പറഞ്ഞു, സ്റ്റാനിസ് ബറാത്യൻ വരുന്നു. അയാളുടെ മുഴുവൻ സൈന്യവും. ബ്രിയൻ സംശയത്തോടെ ചോദിച്ചു, അത് സ്റ്റാനിസ് ആണെന്ന് നിനക്കെങ്ങനെ അറിയാം? പോഡ്രിക് ഉറപ്പോടെ പറഞ്ഞു, അയാൾ തന്റെ ജ്വലിക്കുന്ന ഹൃദയമുള്ള പതാകകൾ വഹിക്കുന്നുണ്ട്. ബ്രിയൻ അവസാനമായി ആ ഗോപുരത്തിലേക്ക് ഒന്നുകൂടി നോക്കി. അവിടെ ജനാലയിൽ അപ്പോഴും ഒരു മെഴുകുതിരി വെളിച്ചമുണ്ടായിരുന്നില്ല. സത്യത്തിൽ ആ സമയം സൻസ ഒരു മെഴുകുതിരിയുമായി ആ ഗോപുരത്തിന് മുകളിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അതറിയാതെ ബ്രിയൻ ഗോപുരത്തിൽ നിന്ന് കണ്ണെടുത്ത് സ്റ്റാനിസിന്റെ സൈന്യത്തിന് നേരെ തിരിഞ്ഞു. തന്റെ വാളെടുത്ത് പോഡ്രിക്കും അവളുടെ പിന്നാലെ നടന്നു. അവർ തിരിഞ്ഞു നടന്ന ആ നിമിഷം തന്നെ ആ ഗോപുരത്തിന്റെ ജനാലയിൽ ഒരു മെഴുകുതിരി വെളിച്ചം തെളിഞ്ഞു. വിന്റർഫെല്ലിന് പുറത്ത് സ്റ്റാനിസ് തന്റെ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. ഇവിടെ ഒരു കിടങ്ങ് നിർമ്മിക്കുക. കോട്ടമതിലിൽ നിന്ന് 300 യാർഡ് അകലെ മറ്റൊന്നും. വേഗത്തിലാക്കുക. ഉടൻ തന്നെ ഭക്ഷണം തേടാൻ ഒരു സംഘത്തെ അയക്കുക. സൂര്യോദയത്തോടെ ഉപരോധം ആരംഭിക്കും, അയാൾ ആജ്ഞാപിച്ചു. സ്റ്റാനിസ് ദൂരേക്ക് നോക്കി. ഒരു കുന്നിനു മുകളിലൂടെ വലിയൊരു ബോൾട്ടൺ സൈന്യം തങ്ങൾക്ക് നേരെ കുതിച്ചുവരുന്നത് അയാൾ കണ്ടു. സൻസ ആ ഗോപുരത്തിനു മുകളിൽ മെഴുകുതിരി വെളിച്ചത്തിന് പിന്നിൽ നിന്നുകൊണ്ട് താഴെ നടക്കുന്ന യുദ്ധത്തിന്റെ ആരംഭം നോക്കിക്കണ്ടു. ആ കാഴ്ച കണ്ട് അവൾ ജനാലയുടെ അരികിൽ നിന്നും മാറി നടന്നു. വിന്റർഫെല്ലിന് പുറത്തുള്ള കാട്ടിൽ എങ്ങും ചോരയുടെ ഗന്ധമായിരുന്നു. നിലത്ത് സ്റ്റാനിസിന്റെ പതാകകളും കവചങ്ങളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അയാളുടെ സൈനികരെല്ലാം ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നു. തന്റെ വാളിൽ ഊന്നി വളരെ കഷ്ടപ്പെട്ട് സ്റ്റാനിസ് നടന്നു. ചോരയൊലിക്കുന്ന കാലുമായി ഒരു മരത്തിൽ ചാരിയിരുന്ന് അയാൾ വേദന കൊണ്ട് ഞരങ്ങി. തന്റെ പരാജയം അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു കുതിരയുടെ ശബ്ദം കേട്ട് അയാൾ മുകളിലേക്ക് നോക്കിയത്. അവിടെ ബ്രിയൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബോൾട്ടണിനു വേണ്ടി യുദ്ധം ചെയ്യാൻ സ്ത്രീകളുമുണ്ടോ? അയാൾ ചോദിച്ചു. ബ്രിയൻ ഗൗരവത്തോടെ മറുപടി നൽകി, ഞാൻ ബോൾട്ടൺസിനു വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല. ഞാൻ ബ്രിയൻ ഓഫ് ടാത്ത് ആണ്. ഞാൻ റെൻലി ബെരത്തിയന്റെ കിങ്സ് ഗാർഡ് ആയിരുന്നു. നിങ്ങളുടെ മുഖമുള്ള ഒരു നിഴൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമ്പോൾ ഞാൻ അവിടെയുണ്ടായിരുന്നു. സ്റ്റാനിസ് കുറച്ചുനേരം നിശബ്ദനായിരുന്നു. തന്റെ തെറ്റുകൾ അയാൾ ഓർത്തു. ബ്രിയൻ അയാളുടെ അടുത്തേക്ക് നടന്നുചെന്ന് തന്റെ വലിയ വാൾ പുറത്തെടുത്തു. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഹൌസ് ബെരാത്തിയനിലെ റെൻലിയുടെ നാമത്തിൽ അൻഡൽകളുടെയും ഫേസ്റ്റ്മെനിന്റെയും യഥാർത്ഥ രാജാവും 7 കിങ്ഡംസിന്റെ നാഥനും ഈ രാജ്യത്തിന്റെ സംരക്ഷകനുമായ അദ്ദേഹത്തിന്റെ നാമത്തിൽ ബ്രിയൻ ഓഫ് ടാർത്ത് ആയ ഞാൻ നിങ്ങൾക്ക് മരണശിക്ഷ വിധിക്കുന്നു. നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? സ്റ്റാനിസ് തന്റെ വിധി അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, തുടരൂ, നിന്റെ കടമ ചെയ്യൂ. ബ്രിയൻ തന്റെ വാൾ ഉയർത്തി പൂർണ്ണശക്തിയോടെ മുന്നോട്ട് വീശി. വിന്റർഫെല്ലിന്റെ മുറ്റത്തുകൂടി തലവഴി കുപ്പായമിട്ട് സാൻസ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നു. അവിടെ ബാൽക്കണിയിൽ മൈരണ്ടായും തിയോണും
അവൾക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. മൈരണ്ടായുടെ കൈയിലുള്ള വില്ലിൽ ഒരു അമ്പ് തൊടുത്തുവിട്ടിരുന്നു. മൈരണ്ട ഒരു പരിഹാസത്തോടെ പറഞ്ഞു, നിങ്ങളെ നിങ്ങളുടെ അറയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സൻസ ധൈര്യത്തോടെ പറഞ്ഞു, റാംസെ എന്താണെന്ന് എനിക്കറിയാം. അവൻ എന്നോട് എന്തു ചെയ്യുമെന്നും എനിക്കറിയാം. മൈരണ്ട വില്ല് താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു, മരിക്കാനോ? മരിക്കുന്നതിനെക്കുറിച്ച് ആരു പറഞ്ഞു? നിങ്ങൾക്കിപ്പോൾ മരിക്കാൻ കഴിയില്ല. റാംസെയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. സാൻസ ഒന്നും പറയാതെ നിന്നു. അവൾ അമ്പ് പിന്നിലേക്ക് വലിച്ചു. അത് വിടാൻ പോകുന്ന ആ നിമിഷം തിയോൺ അവളെ ശക്തിയായി ചുവരിലേക്ക് തള്ളി. ആ അമ്പ് സൻസായുടെ ദേഹത്ത് കൊള്ളാതെ മാറിപ്പോയി. അവർ തമ്മിൽ വലിയൊരു പിടിവലി നടന്നു. എന്നാൽ തിയോൺ അവളെ ആ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. താഴെ വീണ ആ നിമിഷം തന്നെ അവൾ മരിച്ചു. സാൻസയും തിയോണും താഴേക്ക് നോക്കുമ്പോഴേക്കും വലിയൊരു ഹോൺ ശബ്ദം മുഴങ്ങി. ഗേറ്റുകൾ തുറക്കൂ, ഒരാൾ വിളിച്ചു പറഞ്ഞു. ബോൾട്ടൺ സൈനികർ യുദ്ധം കഴിഞ്ഞ് കോട്ടയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. തിയോൺ ഭയത്തോടെ പറഞ്ഞു, അവൻ തിരിച്ചുവരികയാണ്. അവൻ സാൻസായുടെ കൈ പിടിച്ച് കോട്ടമതിലിന്റെ ഏറ്റവും മുകളിലെത്തിയ അവർ താഴേക്ക് നോക്കി. അവിടെ വലിയൊരു മഞ്ഞുമല രൂപപ്പെട്ടിരുന്നു. തിയോൺ തന്റെ കൈ സാൻസായ്ക്ക് നേരെ നീട്ടി. അവൾ അത് പിടിച്ചു. ഒട്ടും അമാന്തിക്കാതെ അവർ രണ്ടുപേരും ആ വലിയ കോട്ടമതിലിൽ നിന്ന് താഴെ മഞ്ഞിലേക്ക് എടുത്തു ചാടി. ബ്രാവോസിലെ ഒരു വേശ്യാലയത്തിന്റെ ഉള്ളിൽ അന്തരീക്ഷം വളരെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. മെറിൻ ട്രാൻഡ് തന്റെ മുന്നിൽ നിൽക്കുന്ന 3 ചെറിയ പെൺകുട്ടികളെ ക്രൂരമായി നോക്കി. അയാളുടെ കൈയിലുള്ള വടിയിൽ പിടിമുറുക്കി അയാൾ ആദ്യത്തെ കുട്ടിയുടെ പിന്നിലൂടെ പോയി അവളെ അടിച്ചു. അവൾ വേദന കൊണ്ട് വാവിട്ട് കരഞ്ഞു. രണ്ടാമത്തെ കുട്ടിയോടും അയാൾ അതുതന്നെ ചെയ്തു. അവളും കരഞ്ഞു. എന്നാൽ മൂന്നാമത്തെ കുട്ടിയുടെ മുഖം മുടിവഴി മറഞ്ഞിരുന്നു. അയാൾ അവളെ മുതുകിലടിച്ചു. അവളിൽ നിന്ന് യാതൊരു പ്രതികരണവുമുണ്ടായില്ല. അയാൾ കൂടുതൽ ശക്തിയോടെ അവളെ അടിച്ചു. എന്നിട്ടും അവൾ അനങ്ങിയില്ല. മെറിൻ ട്രാൻഡ് അഹങ്കാരത്തോടെ പറഞ്ഞു, എനിക്കെന്റെ ജോലി ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോവുക. മൂന്നാമത്തെ കുട്ടി തന്റെ മുടി മാറ്റി മുഖം കാണിച്ചു. അതൊരു അപരിചിതമായ മുഖമായിരുന്നു. ട്രാൻഡ് അവളുടെ വയറ്റിൽ ശക്തിയായി ഇടിച്ചു. അവൾ വേദന കൊണ്ട് ചുരുണ്ട് നിലത്ത് വീണു. അയാൾ ക്രൂരമായി ചിരിച്ചെങ്കിലും അവൾ എന്തോ എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അയാളുടെ ചിരി മാഞ്ഞു. ആ പെൺകുട്ടി തന്റെ മുഖത്തെ ആവരണം പിച്ചിച്ചീന്തി. അത് ആര്യായിരുന്നു. അവൾ ട്രാൻഡിനു നേരെ ചാടി വീണു. അയാളുടെ കണ്ണിലേക്ക് ശക്തിയായി കുത്തിയിറക്കി. തുടർന്ന് മറ്റേ കണ്ണിലും കുത്തി. അയാൾ വേദന കൊണ്ട് അലറുമ്പോൾ അയാളുടെ വസ്ത്രമുപയോഗിച്ച് അവൾ അയാളുടെ വായ മൂടിക്കെട്ടി. ആര്യ പകയോടെ പറഞ്ഞു, എന്റെ പട്ടികയിലെ ആദ്യത്തെ ആൾ നിങ്ങളായിരുന്നു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ വീണ്ടും അയാളുടെ വയറ്റിൽ കുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആര്യ സ്റ്റാർക്കാണ്. ഇതുകേട്ട് ട്രാൻഡിന്റെ മുഖത്ത് വലിയ ഞെട്ടലുണ്ടായി. അപ്പോൾ തന്നെ ആര്യ അയാളുടെ മുതുകിൽ കുത്തിയിറക്കി. അവൾ അയാളുടെ വായിലെ തുണി മാറ്റി. അവൾ വളരെ പതുക്കെ അയാളുടെ കഴുത്തറത്തു. ആ ക്രൂരൻ അവിടെ പിടഞ്ഞു മരിച്ചു. ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഇരുണ്ട അറയിലേക്ക് ആ പെൺകുട്ടിയുടെ മുഖമൂടിയുമായി ആര്യ നടന്നുവന്നു. അവളത് എടുത്ത സ്ഥലത്തുതന്നെ തിരികെ വെച്ചു. അപ്പോൾ ജാക്കൻ അവിടെ എത്തി പറഞ്ഞു, ഒരു പെൺകുട്ടി ഒരു ജീവൻ എടുത്തിരിക്കുന്നു. തെറ്റായ ജീവൻ. അവൾ ആര്യയെ പിടിച്ച് ജാക്കനിന്റെ മുന്നിലേക്ക് നിർത്തി. ജാക്കൻ ഗൗരവത്തോടെ പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവനെടുക്കാൻ നിനക്ക് അവകാശമില്ലായിരുന്നു. ഒരു പെൺകുട്ടി മെനി ഫേസ്ഡ് ഗോഡിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു കടം ബാക്കിയുണ്ട്. വിഷക്കുപ്പി ജക്കൻ ഉയർത്തിപ്പിടിച്ചു. കുതറിമാറാൻ ശ്രമിക്കുന്ന ആര്യയുടെ മുഖം വെയ്ഫ് ആ കുപ്പിക്ക് നേരെ പിടിച്ചുവെച്ചു. മരണത്തിന് മാത്രമേ ജീവന് പകരം നൽകാൻ കഴിയൂ, ജക്കേൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ആ വിഷം കുടിച്ച് നേരെ താഴേക്ക് വീഴുകയും മരിക്കുകയും ചെയ്തു. ആര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, നിങ്ങൾ മരിക്കരുത്. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. അദ്ദേഹം ആരുമല്ലായിരുന്നു. ആര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ ജക്കേനിന്റെ അതേ മുഖമുള്ള മറ്റൊരാൾ അവിടെ നിൽക്കുന്നു. ആര്യ ഞെട്ടലോടെ മരിച്ചുകിടക്കുന്ന ജക്കേനെ നോക്കി ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ രണ്ടാമത്തെ ജക്കൻ പറഞ്ഞു, ആരുമല്ല. ആര്യ ആ മുഖം വലിച്ചൂരി. അതൊരു വയസ്സനായ മനുഷ്യന്റെ മുഖമായിരുന്നു. ഈ മുഖങ്ങൾ ആർക്കുമുള്ളതല്ല, ജക്കേൻ പറഞ്ഞു. ആര്യ വീണ്ടും ആ മുഖം മാറ്റിയപ്പോൾ അതൊരു ചെറുപ്പക്കാരന്റേതായി. ജക്കേൻ തുടർന്നു, നീ ഇപ്പോഴും ആരൊക്കെയോ ആണ്. അവസാനം ആര്യ വലിച്ചൂരിയ മുഖം അവളുടേതു തന്നെയായിരുന്നു. അത് അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. പെട്ടെന്ന് ആര്യ അലറിക്കരഞ്ഞു, എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവളുടെ കാഴ്ച മങ്ങാൻ തുടങ്ങി. ചുറ്റും ഇരുട്ട് പരന്നു. എന്താണ് സംഭവിക്കുന്നത്? അവൾ ഭയത്തോടെ ചോദിച്ചു. ഡോമിന്റെ മനോഹരമായ തുറമുഖത്ത് സൂര്യപ്രകാശം തിളങ്ങിനിന്നു. എനിക്ക് മാപ്പ് നൽകൂ കുഞ്ഞേ. ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിനക്ക് നേരുന്നു, എല്ലാരിയ പറഞ്ഞു. എന്നിട്ട് അവൾ മൈർസെല്ലയുടെ ചുണ്ടുകളിൽ ദീർഘമായി ചുംബിച്ചു. ജെയ്മയെ നോക്കി അവൾ തലയാട്ടി. അയാൾ തിരികെയും. സമുദ്രത്തിലൂടെ ആ ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മൈർസെല്ല തന്റെ കഴുത്തിലെ സിംഹത്തിന്റെ ആകൃതിയിലുള്ള മാലയിലേക്ക് നോക്കി. ജെയ്മെ അവളോട് പറഞ്ഞു, ഇത്തവണ ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. മൈർസെല്ല പുഞ്ചിരിയോടെ പറഞ്ഞു, ഇനിയൊരിക്കലും ഞാനിത് അഴിച്ചുമാറ്റില്ല. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വളരെ മുമ്പ് തന്നെ ഞാൻ പറയേണ്ടിയിരുന്ന ഒരു കാര്യം. ഇപ്പോൾ നീ ലോകം ഒരുപാട് കണ്ടു. കാര്യങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ജെയ്മെ വിക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. മൈർസെല്ല ഇടമുറിച്ചു.
മൈർസെല്ല എഴുന്നേറ്റ് ജൈമയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ പറഞ്ഞു, എനിക്കറിയാം. അവൾ അയാളുടെ കൈകൾ തന്റെ കൈകളിൽ ചേർത്തുപിടിച്ചു. എനിക്കറിയാം താങ്കളെയും അമ്മയെയും കുറിച്ച്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കെപ്പോഴും അതറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷമേയുള്ളൂ. താങ്കളാണ് എന്റെ അച്ഛൻ എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതുകേട്ട് ജൈമെ അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അവൾ ആലിംഗനത്തിൽ നിന്ന് മാറി ജൈമയെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അവളുടെ മൂക്കിലൂടെ ചോരയൊലിക്കാൻ തുടങ്ങിയത്. ജൈമെ ഭയത്തോടെ വിളിച്ചു, മിർസെല്ല. രക്തസ്രാവം വർദ്ധിച്ചു. ജൈമെ ഉച്ചത്തിൽ വിളിച്ചു. ചോരയൊലിപ്പിച്ച് അവൾ ജൈമയുടെ കൈകളിലേക്ക് കുഴഞ്ഞുവീണു. ജൈമെ ഭ്രാന്തനെപ്പോലെ അലറി. അതേസമയം ഡോർണിന്റെ തുറമുഖത്ത് എല്ലാരിയ ജൈമയുടെ കപ്പൽ പോകുന്നതും നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ മൂക്കിലൂടെയും രക്തം വന്ന് താഴെ വീണു. ടൈൻ അവൾക്ക് രക്തം തുടയ്ക്കാൻ ഒരു തുണി നൽകി. രക്തം തുടച്ചുമാറ്റിയ ശേഷം എന്നിട്ട് അവൾ തന്റെ കൈയിലുണ്ടായിരുന്ന മറുമരുന്ന് തുറന്നു കുടിച്ചു. മീരീനിലെ വലിയ പിരമിഡിനുള്ളിൽ ഡെനരീസിന്റെ സിംഹാസനമുറിയിലേക്കുള്ള പടവുകളിൽ ടിരിയൻ, ഡാരിയോ, ജോറ എന്നിവർ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മിസന്തൈ മുറിവേറ്റ ഗ്രേവേമിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഗ്രേവേം പറഞ്ഞു, ജോറ ദി ആൻഡൽ. ജോറ തിരികെ പറഞ്ഞു, ടോർഗോ നൂധോ. ഗ്രേവേം ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മുടെ രാജ്ഞി ഇയാളെ നഗരത്തിൽ നിന്ന് നാടുകടത്താൻ ഉത്തരവിട്ടതാണ്. ഡാരിയോ തിരിച്ചടിച്ചു, ഇവനില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്ഞി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഇതൊന്നും ഇപ്പോൾ പ്രധാനമല്ല. നമ്മൾ ഇവിടെയിരുന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും ഡെനറിസ് ആ കാട്ടിൽ ഒറ്റയ്ക്കാണ്. ടിരിയൻ അത് ശരിവെച്ചു. ആ ഡ്രാഗൺ വടക്കോട്ടാണ് പോയത്. നമ്മൾ അവളെ കണ്ടെത്താൻ പോകുകയാണെങ്കിൽ അങ്ങോട്ടാണ് പോകേണ്ടത്. പിന്നീട് ആ വലിയ കോട്ടയുടെ ബാൽക്കണിയിൽ ടിരിയൻ നിൽക്കുകയായിരുന്നു. താഴെ ഡാരിയോയും ജോറായും കുതിരപ്പുറത്തു പോകുന്നതും അവൻ കണ്ടു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഹലോ പഴയ സുഹൃത്തെ. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വേരീസ് നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു. വാരീസ് പറഞ്ഞു, പടിഞ്ഞാറും കിഴക്കും പക്ഷികൾ പാടുന്നുണ്ട്. ഡ്രാഗണുകളുടെ മാതാവിന്റെ പ്രീതി നീ ഇതിനകം തന്നെ നേടിയെടുത്തെന്ന് അവർ എന്നോട് പറഞ്ഞു. ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു നഗരത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണ്. പഴയ സുഹൃത്തിന് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? വാരീസ് ഗൗരവത്തോടെ പറഞ്ഞു, വിവരങ്ങളാണ് ഏറ്റവും പ്രധാനം. നിന്റെ ശത്രുക്കളുടെ ശക്തിയും തന്ത്രങ്ങളും നീ മനസ്സിലാക്കണം. നിന്റെ സുഹൃത്തുക്കളിൽ ആരൊക്കെയാണ് യഥാർത്ഥ സുഹൃത്തുക്കളല്ലാത്തതെന്നും നീ തിരിച്ചറിയണം. ടിരിയൻ ഒളിയമ്പായി പറഞ്ഞു, ചാരന്മാരുടെ വലിയൊരു ശൃംഖലയുള്ള ആരെങ്കിലുമൊക്കെ എനിക്ക് പരിചയമുണ്ടായിരുന്നെങ്കിൽ. വരണ്ട ഭൂമിയിൽ ചുറ്റും എല്ലുകൾ നിറഞ്ഞ ഒരു വലിയ കുഴിയിൽ ഡ്രാഗൺ കിടക്കുകയായിരുന്നു. ഡെനറിസ് അവനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകണം. എന്നാൽ അവൻ അനങ്ങാതെ കിടന്നുറങ്ങുകയായിരുന്നു. നമുക്ക് വീട്ടിൽ പോകണം. ഡ്രോഗൻ, നിനക്കെന്നെ മീറീനിൽ തിരികെ എത്തിക്കാൻ കഴിയുമോ? അവൾ ചോദിച്ചു. അവൾ അവന്റെ മൂക്കിൽ തലോടിയെങ്കിലും അവൻ യാതൊരു പ്രതികരണവും നൽകില്ല. ചുറ്റും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, നീ എന്നെ എത്ര ദൂരമാണ് കൊണ്ടുവന്നത്? അവൾ വീണ്ടും പറഞ്ഞു, ഡ്രോഗോൺ, നമുക്ക് മടങ്ങണം. എന്റെ ജനങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്. അവൾ അവന്റെ പുറത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അവൻ ദേഷ്യത്തോടെ അവളെ താഴെയിട്ടു. എന്നിട്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു. അവൾ നിരാശയോടെ പറഞ്ഞു, ഇവിടെ ഭക്ഷണമൊന്നുമില്ല. കുറഞ്ഞപക്ഷം നമുക്ക് രാത്രി കഴിക്കാൻ എന്തെങ്കിലും വേട്ടയാടിയെങ്കിലും കൊണ്ടുവരാം. ഭക്ഷണം അന്വേഷിച്ച് അവൾ ആ വരണ്ട ഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദൂരെ ഒരു കുതിര ഓടിവരുന്ന ശബ്ദം അവൾ കേട്ടത്. പിന്നാലെ ദോത്രക്കി മുടികെട്ടിയ ഒരാൾ കുതിരപ്പുറത്ത് വരുന്നതായി അവൾ കണ്ടു. പെട്ടെന്ന് വേറെ 3 പേർ കൂടിയെത്തി. ഭയം തോന്നിത്തുടങ്ങിയ ഡെനറീസ് തന്റെ കൈയിലുണ്ടായിരുന്ന മോതിരം ഊരി താഴെയിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അവിടേക്ക് ആയിരക്കണക്കിന് ദോത്രക്കി പോരാളികൾ എത്തിച്ചേർന്നു. അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുതിരപ്പുറത്ത് അവൾക്ക് ചുറ്റും വട്ടം കറങ്ങാൻ തുടങ്ങി. കിങ്സ് ലാൻഡിംഗിലെ ഇരുണ്ടതും തണുത്തതുമായ ഒരു ജയിലറയിൽ സെർസി പേടിച്ച് ഒരു മൂലയിലിരിക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിവിറച്ചു. ഒരു സെപ്റ്റ അകത്തേക്ക് വന്ന് ഉച്ചത്തിൽ പറഞ്ഞു, കുറ്റസമ്മതം നടത്തുക. സെർസി ദയനീയമായി അവളെ നോക്കി. പിന്നീട് ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബേലറിലെ ഹൈസ്പാരോയുടെ മുറിയിൽ സെർസി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. എനിക്കിപ്പോൾ അത് മനസ്സിലാകുന്നു. ഇത്രയും കാലം ഞാൻ എങ്ങനെ ഇത്ര അന്ധയായി ജീവിച്ചു? എനിക്ക് വീണ്ടും ശുദ്ധിയാകണം. എനിക്ക് പാപമോചനം വേണം. അവൾ തുടർന്നു. ഹൈസ്പാരോ ഇടമുറിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് കുറ്റസമ്മതം നടത്തണമെന്നുണ്ടോ? സെർസി അപേക്ഷിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ കുറ്റസമ്മതം നടത്തിയാൽ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ? സ്പാരോ നിസ്സംഗതയോടെ പറഞ്ഞു, നിന്റെ പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കും. സെർസി പറഞ്ഞു, എങ്കിൽ മാതാവ് കരുണ കാണിക്കട്ടെ. വിവാഹബന്ധത്തിന് പുറത്ത് ഞാനൊരു പുരുഷനോടൊപ്പം കിടന്നു. ഞാനത് സമ്മതിക്കുന്നു. അവന്റെ പേര് പറയുക, സ്പാരോ ആജ്ഞാപിച്ചു. ലാൻസൽ ലാനിസ്റ്റർ, അവൾ പറഞ്ഞു. സ്പാരോ ഓർമ്മിപ്പിച്ചു, നിന്റെ ബന്ധു, രാജാവിന്റെ സഹായി. സെർസി ന്യായീകരിച്ചു, ഞാൻ ഏകാകിയും ഭയത്തിലുമായിരുന്നു.
സ്പാരോ വീണ്ടും ചോദിച്ചു, നിനക്കൊരു ഭർത്താവുണ്ടായിരുന്നില്ലേ? സെർസി വെറുപ്പോടെ പറഞ്ഞു, അവസരം കിട്ടുമ്പോഴെല്ലാം വേശ്യാലയത്തിൽ പോകുന്ന ഒരു ഭർത്താവ്. സ്പാരോ ഗൗരവത്തോടെ പറഞ്ഞു, അയാളുടെ പാപങ്ങൾ നിന്റെ പാപങ്ങളെ ന്യായീകരിക്കുന്നില്ല. സെർസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവങ്ങൾ എന്നോട് ക്ഷമിക്കട്ടെ. സ്പാരോ തുടർന്നു, നിന്റെ കുട്ടികൾ കിങ് റോബർട്ടിന്റെ അല്ല എന്ന് പറയുന്നവരുണ്ട്. അവർ നിന്റെയും സഹോദരന്റെയും പാപത്തിൽ ജനിച്ചവരാണെന്ന്. സെർസി ദേഷ്യത്തോടെ പ്രതികരിച്ചു, അതൊരു നുണയാണ്. സ്റ്റാനിസ് ബരാത്തിയനിന്റെ വായിൽ നിന്നും വന്ന നുണ. അവന് സിംഹാസനം വേണം, എന്നാൽ അവന്റെ സഹോദരന്റെ മക്കൾ അവനൊരു തടസ്സമാണ്. ഞാനത് നിഷേധിക്കുന്നു. സ്പാരോ പറഞ്ഞു, നീ സത്യമാണ് പറയുന്നതെങ്കിൽ വിചാരണയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും. സെർസി ഭയത്തോടെ ചോദിച്ചു, വിചാരണയോ? ഞാൻ കുറ്റം സമ്മതിച്ചില്ലേ? സ്പാരോ പറഞ്ഞു, ഒരു പാപം മാത്രം. മറ്റുള്ളവ നീ നിഷേധിച്ചു. സത്യവും നുണയും വിചാരണയിലൂടെ വേർതിരിക്കപ്പെടും. സെർസി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഞാൻ അങ്ങയുടെ വിവേകത്തിനു മുന്നിൽ തലകുനിക്കുന്നു. എന്നാൽ മാതാവിന്റെ ഒരു തുള്ളി കരുണയ്ക്കായി ഞാൻ യാചിക്കുന്നു. എന്റെ മകനെ കണ്ടിട്ട് എത്ര നാളായെന്നെനിക്കറിയില്ല. എനിക്കവനെ കാണണം, ദയവായി. സ്പാരോ കുറച്ചുനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, നീ നന്മയുടെ വഴിയിലേക്കുള്ള ആദ്യപടി വെച്ചിരിക്കുന്നു. അതിനാൽ റെഡ് കീപ്പിലേക്ക് മടങ്ങാൻ ഞാൻ നിന്നെ അനുവദിക്കും. സെർസി സന്തോഷത്തോടെ പറഞ്ഞു, നന്ദി. സ്പാരോ ഓർമ്മിപ്പിച്ചു, മാതാവ് കരുണാമയിയാണ്. നീ അവരോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ പറയും, രാവും പകലും ഞാൻ അപേക്ഷിക്കും, അവൾ പറഞ്ഞു. എനിക്ക് പോകാൻ കഴിയുമോ? അവൾ ചോദിച്ചു. സ്പാരോ ഗൗരവത്തോടെ പറഞ്ഞു, നിന്റെ പ്രായശ്ചിത്തത്തിനു ശേഷം. എന്റെ പ്രായശ്ചിത്തമോ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. പിന്നീട് ആ തടവറയിൽ വെച്ച് മറ്റ് സെപ്റ്റാമാർ സെർസിയുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. അവളെ നഗ്നയാക്കി അവർ അവളുടെ ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളഞ്ഞു. അതിനുശേഷം അവളെ ഒരു കസേരയിലിരുത്തി കത്രികയും കത്തിയും ഉപയോഗിച്ച് അവളുടെ മുടി പൂർണ്ണമായും മുറിച്ചുമാറ്റി. തലയോട്ടിയിൽ ചോര പൊടിയുന്ന അവസ്ഥയിൽ നഗ്നയായി അവളെ ആ മുറിയിൽ ഒറ്റയ്ക്കാക്കി അവർ പുറത്തുപോയി വാതിലടച്ചു. അടുത്ത ദിവസം കിങ്സ് ലാൻഡിങ്ങിലെ അമ്പലത്തിനു പുറത്തുള്ള വലിയ പടവുകളിൽ സെർസിയെ കൊണ്ടുവന്നു. താഴെ ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഹൈസ്പാരോ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഒരു പാപി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഹൗസ് ലാനിസ്റ്ററിലെ സെർസി ടോമൻ രാജാവിന്റെ അമ്മ, റോബർട്ട് രാജാവിന്റെ വിധവ. അവൾ കള്ളം പറയുകയും പാപം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവൾ അത് സമ്മതിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. അവളുടെ പശ്ചാത്താപം തെളിയിക്കാൻ എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് ദൈവം അവളെ എങ്ങനെ സൃഷ്ടിച്ചുവോ അതേ രൂപത്തിൽ അവൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു, യാതൊരു രഹസ്യങ്ങളുമില്ലാതെ, ദൈവത്തിനും മനുഷ്യർക്കും മുന്നിൽ നഗ്നയായി. അവളുടെ പ്രായശ്ചിത്തത്തിന്റെ നടത്തം പൂർത്തിയാക്കാൻ സെപ്റ്റാമാർ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന നേരിയ വസ്ത്രവും അഴിച്ചുമാറ്റി. ആ നഗരത്തിലെ ജനങ്ങൾക്കു മുന്നിൽ അവൾ പൂർണ്ണ നഗ്നയായി നിന്നു. ജനങ്ങൾ അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും അത് നോക്കിക്കണ്ടു. അവളെ താഴേക്ക് നടക്കാൻ അവർ നിർബന്ധിച്ചു. സ്പാരോകളുടെ കാവലിൽ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ സെർസി നടന്നു. ആദ്യം അവിടെ നിശബ്ദതയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരാൾ അവളെ അസഭ്യം വിളിച്ചു. അതോടെ ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. അവർ അലറി വിളിച്ചു. അവർ അവളുടെ ദേഹത്തേക്ക് ചീഞ്ഞ ഭക്ഷണങ്ങൾ വലിച്ചെറിഞ്ഞു. ഒരു വേശ്യ അവളുടെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞു, രാജ്ഞി കിടന്നതിന്റെ പകുതി പുരുഷന്മാരുടെ കൂടെയേ ഞാൻ കിടന്നിട്ടുള്ളൂ. കാവൽക്കാർ അവളെ മാറ്റാൻ പാടുപെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ നഗ്നനായൊരു മനുഷ്യൻ അവളുടെ മുന്നിൽ വന്ന് അശ്ലീലം വിളിച്ചു പറഞ്ഞു. നടത്തം അവസാനിക്കാറായപ്പോൾ ജനങ്ങളുടെ ആക്രമണം കൂടി. ഒരാൾ അവളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അവളെ ആക്രമിക്കാൻ വന്ന ഒരു സ്ത്രീയെ കാവൽക്കാർക്ക് വടിവച്ച് അടിക്കേണ്ടി വന്നു. നടത്തത്തിന്റെ അവസാനമായപ്പോഴേക്കും തളർന്ന് അവൾ നിലത്ത് മുട്ടുകുത്തി വീണു. എന്നാൽ ദൂരെ റെഡ് കീപ്പ് കണ്ടപ്പോൾ അവൾ വീണ്ടും എഴുന്നേറ്റ് നടന്നു. അവസാനം ആ കൊടിയ അപമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവൾ റെഡ് കീപ്പിന്റെ ഉള്ളിലേക്ക് കയറി. കൈബേൺ ഓടിവന്ന് ഒരു പുതപ്പ് കൊണ്ട് അവളുടെ നഗ്നത മറച്ചു. അവൾ പൊട്ടിക്കരയുകയായിരുന്നു. അവളുടെ കാലുകൾ മുഴുവൻ ചോരയായിരുന്നു. അപ്പോഴാണ് വലിയ കാലടികളുടെ ശബ്ദം അവിടെ കേട്ടത്. കിങ്സ് ഗാർഡിലെ ഏറ്റവും പുതിയ അംഗത്തെ അങ്ങേക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എന്നെ അനുവദിച്ചാലും, കൈബേൺ പറഞ്ഞു. അവന്റെ ഹെൽമറ്റിന്റെ ദ്വാരത്തിലൂടെ നീലനിറത്തിലുള്ള മുഖം കാണാമായിരുന്നു. അവൻ സെർസിയെ തന്റെ കൈകളിൽ കോരിയെടുത്തു. രാജാവിന്റെ ശത്രുക്കളെയെല്ലാം കൊന്ന് ഈ രാജ്യത്തെ തിന്മകളെ ഇല്ലാതാക്കുന്നതുവരെ താൻ സംസാരിക്കില്ല എന്ന് ഇയാൾ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. മുറിവേറ്റ ഒരു സിംഹത്തേക്കാൾ അപകടകാരിയായി മറ്റാരുമില്ലെന്ന് ആ നഗരം മറന്നുപോയിരിക്കുന്നു. കൈബേണിന്റെ പുതിയ ഭീമാകാരനായ ആ കാവൽക്കാരൻ അവളെ കൈകളിൽ കോരിയെടുക്കുമ്പോൾ ആ വലിയ ശരീരത്തിന്റെ ചൂടിലല്ല, മറിച്ച് തന്റെ ഉള്ളിൽ ആളിക്കെത്തുന്ന പകയുടെ തീയിലാണ് അവൾ ആശ്വാസം കണ്ടെത്തിയത്. ഇത്രയും കാലം ക്വീൻ സെർസിയെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. എന്നാൽ സാക്ഷാൽ ടൈവിൻ ലാനിസ്റ്ററിന്റെ മകളായ സെർസി ലാനിസ്റ്റർ ആരാണെന്ന് അവർ അറിയും.
കാസിൽ ബ്ലാക്കിൽ വലിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എലിവേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ജോണിനോട് ഡേവോസ് തർക്കിക്കുകയായിരുന്നു. അദ്ദേഹം നിങ്ങളെ സഹായിക്കാൻ വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ജോൺ നിസ്സഹായതയോടെ പറഞ്ഞു. യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ സൈനികർ നമുക്കില്ല. ഡാവോസ് വിടാതെ പറഞ്ഞു. വൈൽഡ്ലിങ്സിന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു. വൈൽഡ്ലിങ്സ് ഒരിക്കലും സ്റ്റാനിസിനു വേണ്ടി യുദ്ധം ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോഴാണ് കാസിൽ ബ്ലാക്കിന്റെ വലിയ ഗേറ്റുകൾ തുറന്നത്. അവളെ കണ്ടതും ജോണും ഡാവോസും അങ്ങോട്ട് ചെന്നു. സ്റ്റാനിസ്? ജോൺ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. യാതൊരു ഭാവവുമില്ലാതെ അവരെ ഒന്ന് നോക്കിയിട്ട് അവൾ അവിടെ നിന്നും നടന്നുപോയി. പരാജയത്തിന്റെ ആഴം അവർക്ക് മനസ്സിലായി. പിന്നീട് ജോൺ തന്റെ മുറിയിൽ മേശപ്പുറത്തെ കടലാസുകൾ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓലി അവിടേക്ക് വന്നത്. ലോർഡ് കമാൻഡർ, നിങ്ങൾ കൊണ്ടുവന്ന വൈൽഡിങ്സിൽ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾക്ക് നിങ്ങളുടെ അമ്മാവൻ ബെഞ്ചിനെ അറിയാമെന്ന് പറയുന്നു. ജോൺ പെട്ടെന്ന് എഴുന്നേറ്റു നിന്നു. അവൻ ബെഞ്ചിനെക്കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്ന് നിനക്കുറപ്പാണോ? ഓലി പറഞ്ഞു. അദ്ദേഹം ഫസ്റ്റ് റേഞ്ചർ ആയിരുന്നു എന്നവൻ പറഞ്ഞു. അദ്ദേഹത്തെ എവിടെ കണ്ടെത്താമെന്ന് അവനറിയാമത്രേ. ജോൺ വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ അലൈസർ അവനെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അലൈസർ പറഞ്ഞു. കഴിഞ്ഞ പൗർണമി നാളിൽ നിന്റെ അമ്മാവനെ ഹാർഡ് ഹോമിൽ കണ്ടു എന്ന് ആ മനുഷ്യൻ പറയുന്നു. ജോൺ സംശയത്തോടെ പറഞ്ഞു. അവൻ കള്ളം പറയുന്നതായിരിക്കാം. അലൈസർ അത് ശരിവെച്ചു. ആയിരിക്കാം. അത് കണ്ടുപിടിക്കാൻ വഴികളുണ്ട്. തീപ്പന്തങ്ങളുമായി നിൽക്കുന്ന കുറച്ചുപേർക്കിടയിലൂടെ ജോൺ നടന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ബോർഡിൽ വഞ്ചകൻ എന്ന് എഴുതിവച്ചിരിക്കുന്നത് അവൻ കണ്ടു. തിരിഞ്ഞുനോക്കിയപ്പോൾ താൻ വളയപ്പെട്ടതായി അവന് മനസ്സിലായി. പെട്ടെന്ന് അലൈസർ മുന്നോട്ട് വന്ന് ജോണിന്റെ വയറ്റിൽ കത്തികുത്തിയിറക്കി. കാവൽക്കാർക്കുവേണ്ടി അയാൾ പറഞ്ഞു. ജോൺ വേദന കൊണ്ട് പുളഞ്ഞു. അടുത്തൊരാൾ വന്ന് വീണ്ടും കുത്തി. കാവൽക്കാർക്കുവേണ്ടി. മൂന്നാമതൊരാളും അതുതന്നെ ആവർത്തിച്ചു. നാലാമനും അഞ്ചാമനും യാതൊരു ദയയുമില്ലാതെ അവനെ കുത്തിവീഴ്ത്തി. ഒരൊറ്റ വാക്കുകൾ മാത്രം അവിടെ മുഴങ്ങി. ഫോർ ദ വാച്ച്. ജോൺ മുട്ടുകുത്തി താഴെ വീണു. എങ്കിലും അവൻ മരിച്ചിരുന്നില്ല. അപ്പോഴാണ് ഓളി അവന്റെ അടുത്തേക്ക് വന്നത്. സങ്കടത്തോടെ ജോൺ വിളിച്ചു. ഓളി. എന്നാൽ ഓളി യാതൊരു മടിയുമില്ലാതെ ജോണിന്റെ നെഞ്ചിലേക്ക് കത്തികുത്തിയിറക്കി. കാവൽക്കാർക്കുവേണ്ടി അവൻ പറഞ്ഞു. ജോൺ അങ്ങനെ തന്നെ മുട്ടുകുത്തി നിന്നു. പതിയെ പിന്നിലേക്ക് മറിഞ്ഞു വീണു. ആ മനുഷ്യരെല്ലാം അവനെ അവിടെ ഉപേക്ഷിച്ച് തിരിഞ്ഞു നടന്നു. ജോണിന്റെ കണ്ണുകൾ തുറന്നിരുന്നു. എന്നാൽ അവനിൽ ജീവനില്ലായിരുന്നു. മഞ്ഞിൽ കിടക്കുന്ന അവന്റെ ശരീരത്തിൽ നിന്നും ചുവന്ന രക്തം ഒരു വലിയ തടാകം പോലെ ചുറ്റും പടർന്നൊഴുകി. ശത്രുക്കളുടെ 1000 വാളുകൾക്ക് വീഴ്ത്താൻ കഴിയാത്ത ആ വലിയ മനുഷ്യനെ സ്വന്തം സഹോദരങ്ങളെന്ന് അവൻ കരുതിയവർ തന്നെ ഇരുളിൽ കുത്തിവീഴ്ത്തിയിരിക്കുന്നു. ആകാശത്തേക്ക് തുറന്നുവെച്ച ആ കണ്ണുകളിൽ ജീവൻ പെടിയുമ്പോഴും അവന് ഭയമായിരുന്നില്ല. തീരാത്ത സങ്കടമായിരുന്നു. വടക്കിന്റെ എല്ലാ പ്രതീക്ഷകളും കൂടിയാണ് അവിടെ ഇല്ലാതാകുന്നത്. അവന്റെ കാവൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.